നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞ് പരമാവധി രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമം നടത്തിയ അൻവറിന് ഇത് വൻ തിരിച്ചടിയുടെ സമയം കൂടിയാണ്. മിക്കവാറും നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അൻവറിന്റെ സ്ഥാനം കടക്ക് പുറത്ത് എന്ന അവസ്ഥയിലാകും. രാഷ്ട്രീയം എല്ലാം ഉപേക്ഷിച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കണക്കുകൂട്ടിയ അൻവറിന്റെ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. വരുന്നെങ്കിൽ ഒറ്റയ്ക്ക് മുന്നണിയിലേക്ക് വന്നാൽ മതി, ആരെയും കൂടെ കൂട്ടാൻ നിൽക്കണ്ട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അൻവർ. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ച തൃണമൂലുമായി സംസ്ഥാനത്ത് ഒരു സഖ്യവും സാധ്യമല്ല. അൻവറിനെ മാത്രം ഉൾക്കൊള്ളാമെന്നാണ് അൻവറിനെ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും തനിക്കു നേരെ തിരിഞ്ഞതോടെ ആർക്കും വേണ്ടാത്ത ചവറായി മാറിയിരിക്കുകയാണ് അൻവർ. മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം നയം വ്യക്തമാക്കിയിരുന്നു. അൻവറിന്റെ ഔദാര്യം വേണ്ട, നിലമ്പൂർ എങ്ങനെ ജയിച്ചു കയറണമെന്ന് തങ്ങൾക്ക് അറിയാം. ഇതോടെയാണ് നിലമ്പൂരിൽ അൻവർ ഉൾപ്പെടണമെങ്കിൽ, അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പേ കോൺഗ്രസിന്റെ ഭാഗമാകണമെങ്കിൽ കോൺഗ്രസ് അൻവറിന്റെ മുന്നിൽ ചില ഫോർമുലകൾ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ PV അൻവറിന് മുന്നിൽ കോൺഗ്രസ് മുന്നണി പ്രവേശനത്തിനുള്ള ഫോർമുല മുന്നോട്ട് വയ്ക്കുമെന്നാണ് വിവരം. മുന്നണി പ്രവേശനം സാധ്യമാകണമെങ്കിൽ കേരള പാർട്ടി വേണമെന്ന നിലപാടാണ് UDF-ന്. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് വഴിയുള്ള മുന്നണി പ്രവേശനം പ്രയാസമാണെന്ന് കോൺഗ്രസിലെ വിലയിരുത്തൽ കേരള പാർട്ടി വേണമെന്ന നിർദ്ദേശം കോൺഗ്രസ് നാളത്തെ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. അതിന് വഴങ്ങിയില്ലെങ്കിൽ അൻവറുമായി സഹകരണം മാത്രം മതിയെന്ന നിലപാടിലേക്ക് എത്തിയേക്കും. PV അൻവറിനെ മുന്നണിയിലെടുത്താൽ പിന്നീട് തലവേദനയാകുമോ എന്ന ആശങ്കയും ഘടകകക്ഷികൾ കോൺഗ്രസിനെ അറിയിച്ചതായാണ് വിവരം. PV അൻവറുമായി തൽക്കാലം സഹകരണം മതി എന്ന അഭിപ്രായം UDF-ൽ ശക്തമാണ്. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാളെ അൻവറും കോൺഗ്രസ് നേതൃത്വവും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നിലപാട് അൻവറിനെ അറിയിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ സംബന്ധിച്ച ഉറപ്പുകളും കോൺഗ്രസ് നൽകുകയും ചെയ്യും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.